എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പം ചില ആൾക്കാർ ചിലരെ ജഡ്ജ് ചെയ്യും. ഇപ്പം അവർക്ക് ഭയങ്കര ജാടയാണ്, ഇവർക്ക് ഭയങ്കര ജാടയാണ്, പക്ഷെ ഇവർ ഭയങ്കര പാവ. അങ്ങനെ നമുക്ക് ഒരിക്കലും പുറത്തും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ ജാട എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, പൊതുവേ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടും ഭയങ്കര ജാടയായിട്ടും നമ്മൾ കരുതും. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല വർക്കാവുന്നത്. ഇപ്പം നമ്മൾ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറത്തുനിന്നൊരു കുട്ടി എൻ്റെ സ്കൂളിലേക്ക് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ വെയിൽ കൊള്ളുന്നത് പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അവരുടെ നാട്ടിൽ ഇപ്പം അമേരിക്കയിൽ നിന്ന് വരുന്നൊരു കുട്ടി, അവിടെ അത്രയും വെയിലില്ല, അവിടുത്തെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം അയ്യോ എനിക്ക് ഇത്രയും വെയിൽ പറ്റുന്നില്ല കേട്ടോ, ഇനി വെയിലത്തോട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ബാക്കി ആൾക്കാരെല്ലാം ചിന്തിച്ചേക്കും ഓ അവളുടെ ഒരു ജാട കണ്ടില്ല, അവൾക്ക് വെയിലത്തോട് നടക്കാൻ പറ്റത്തില്ല. അതൊരു കംഫർട്ട് സോൺ ആണ്. അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ, അവർ വളർന്നു വന്ന സാഹചര്യം, ഇതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കൊണ്ട് അത് ജാടയാണെന്ന് നമുക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. ഇപ്പം അവരുടെ കംഫർട്ട് സോൺ ആണത്. ചിലപ്പം ഷൂട്ട് കഴിഞ്ഞ് ഒരു ഷോട്ട് കഴിയുമ്പോഴേ നേരെ കാരവാനിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ക്യാരക്ടർ നന്നായി ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ കംഫർട്ട് സോൺ ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് പുറത്തുനിന്ന് വരും, നമുക്ക് അതറിയാത്ത നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക് ഭയങ്കര ജാടയാണ്. എല്ലാം ഓരോ കംഫർട്ട് സോൺ ആണ്. അത് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ഈ ജാട അല്ലാതിരിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പം എല്ലാവരും അവരവരുടേതായ കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പം ആരെങ്കിലും അടുത്ത് ഓ നിനക്ക് എന്നാ കുഴപ്പം, നിനക്ക് നല്ല സുഖമല്ലേ, എപ്പോഴും എന്തൊരു ജാടയാ, അങ്ങനെ ആരുടെ അടുത്ത് സംസാരിക്കില്ല, നിനക്ക് എപ്പോഴും എ സിക്കകത്തിരിക്കാം, അങ്ങനെയൊക്കെ പറയുന്ന വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അവരുടെ വീട്ടിൽ കൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് എ സി വെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവർക്ക് സഞ്ചരിക്കാൻ ഒരു എ സി വാഹനം നമ്മൾ ഗിഫ്റ്റ് ചെയ്യാണ്, അവരൊരിക്കലും നിരസിക്കില്ലല്ലോ. അപ്പൊ അതൊരു ജാടയല്ല, നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കാൻ നമ്മൾ തന്നെ ഏൺ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്ന ഒരു സാധനമാണ് അല്ലെ. അത് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ ജാട ഇല്ലാതെ ആൾക്കാരായിട്ട് കാണും, കൂടുതൽ എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ കാണുന്നത് പോലുള്ള അല്ലാതെ വലിയ വലിയ സീക്രട്സ് ഒന്നും അവർക്കില്ല. ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. ആർക്കും പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ്, പലതരത്തിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഓരോരുത്തരും. ഇപ്പം ഞാൻ ഉൾപ്പെടെ എനിക്ക് അങ്ങനെ എവിടെയും അടങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ആരോടും മിണ്ടാതിരിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ ചിരിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല. അതൊന്നും എനിക്ക് ജാട ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതെന്റെ കംഫർട്ട് സോണാണ്. ഞാൻ തിരിച്ചായിരുന്നെങ്കിൽ അതായിരുന്നേനെ എന്റെ കംഫർട്ട് സോൺ. എനിക്ക് എത്രയോ ആളുകളുണ്ട്, ഒരാളെ ആദ്യം അങ്ങോട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ട്. അത് അവർക്ക് ജാടയായതുകൊണ്ടല്ല, അത് അവരുടെ കംഫർട്ട് സോൺ അതാണ്, അവരുടെ രീതികൾ അങ്ങനെയാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള രീതികളും കാര്യങ്ങളിലൂടെയും വളർന്നു വന്ന അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരാണ്.